ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഷാഹിയുടെ എല്ലാവിധ സ്നേഹ ആശംസകളും. ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഇടവേള എന്ന് പറയുമ്പോൾ ഒരു നീണ്ട ഇടവേളയാണ്. ഷൗക്കത്ത് അലിയുടെയും സഹറാബാൻ ബീവിയുടെയും മകനായ ഷാഹി ഷൗക്കത്ത് എന്തുകൊണ്ടാണ് കർത്താവായി രക്ഷിതാവായി ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചത് എന്ന സാക്ഷ്യവുമായി നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ദൈവകൃപയാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ക്രിസ്തു യേശുവിനെ ഷൗക്കത്ത് അലിയുടെയും സഹറാബാൻ ബീവിയുടെയും മകനായ ഷാഹി ഷൗക്കത്ത് എന്ന ഞാൻ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്? ഏക സത്യ ദൈവം എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിൽ നിന്ന് യഹോവയായ ദൈവത്തിലേക്കുള്ള യാത്ര, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനവും സാക്ഷ്യവും വളരെ സഹായകരമായ ഒരു സംഗതി. ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള, ഏക ഇലാഹായ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിൽ നിന്ന് യഹോവയിലേക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് എന്ന വിശ്വാസത്തിൽ നിന്ന് മാറി ക്രിസ്തു യേശുവിലേക്ക് എന്തുകൊണ്ട് ഈ ക്രിസ്തു യേശുവിലേക്ക് എന്തുകൊണ്ട് തിരികെ പോയി എന്നതിൻ്റെ ഒരു വിശദീകരണമാണ്. ഇപ്പോൾ ആശ്ചര്യകരമല്ല, ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരുപാട് സഹോദരങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയതയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക്, എസ്പെഷ്യലി ഇസ്ലാം മതത്തിലേക്കും ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പ്രത്യേകത ഏകദൈവമാണ്. അള്ളാഹ് എന്ന ഏകദൈവവും അന്ത്യപ്രവാചകനായ മുഹമ്മദിലും വിശ്വസിക്കുക എന്നതാണല്ലോ ഏകദൈവം എന്ന കൺസെപ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് മാറി എന്തുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ മാറി എന്നതിലേക്കുള്ള വിശദീകരണത്തിലേക്കും സാക്ഷ്യത്തിലേക്കും കിടക്കാം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കോളേജിലേക്ക് കിടക്കും. പ്രീ ഡിഗ്രി, അന്ന് ഞാൻ പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രിയാണ്, ഇപ്പോഴാണ് +2. പ്രീ ഡിഗ്രി ആയപ്പോൾ ആർട്സ് കോളേജിൽ, ട്രിവാൻഡ്രം ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഈ മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുന്നത് മിക്കവാറും കോളേജുകളിലാണ്. സ്കൂളിൽ നമുക്കൊരു ഇതുണ്ട്. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഏതൊരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായാലും ചില ഒരു മതത്തിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു അംശം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും മറ്റൊന്നിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ തിരികെ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിന് എനിക്കിവിടെ പറയാനുള്ളത്, തൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്നിലേക്ക് വരുന്നില്ല എന്ന ബൈബിൾ വചനമാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഡിഗ്രി പഠനം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രീ ഡിഗ്രി പഠനം നമ്മൾ ഈ കുറച്ചുകൂടെ വിശാലമായ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, വലിയ കുറച്ചുകൂടെ നല്ല ആശയങ്ങളുണ്ടാകുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി തലമെത്തുന്നു, ഡിഗ്രി കഴിയുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെ വലിയ വിശാലമായ ലോകത്തിലേക്ക് ഈ യാത്രയും കാര്യങ്ങളും പുതിയ സുഹൃത്തുക്കൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ അറിവുകളൊക്കെ നമ്മളെ പലതിലും കൊണ്ടെത്തിക്കും. അങ്ങനെ ഒരു മതസൗഹാർദ്ദ ചിന്ത അല്പം കുഞ്ഞിലെ
മത സൗഹാർദ്ദ ചിന്തകനാണെങ്കിലും നമ്മുടെ ആ മതത്തെ വിട്ടൊരു കളി ഇല്ല എന്നൊരു കൺസെപ്റ്റുള്ള ആളായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരം മുടക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാനും. അത്ര വലിയ ഭക്തനല്ലെങ്കിലും അത്യാവശ്യം നിസ്കരിക്കുന്ന ജുമാക്കൊക്കെ പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ബേസിക് ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ മാറാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് വലിയ ഓർത്തഡോക്സ് ഒന്നുമല്ല, ഒരു സാധാരണ മുസ്ലിം കുടുംബമാണ്, വലിയ സംഭവമൊന്നുമല്ല, ഒരു നോർമൽ ആവറേജ് ഫാമിലിയിലാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തിന് നമ്മൾ കുഞ്ഞിലെ കേട്ട് വളർന്ന ആരാധിച്ചു പോകുന്ന ഒരു ദൈവത്തിൽ നിന്ന് ആ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ഒരു വ്യവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. അത് എളുപ്പമല്ല. അപ്പോൾ വീണ്ടും കാതലായ കാര്യത്തിലേക്ക് വരാം. വലിച്ചഴയ്ക്കാൻ പാടില്ലല്ലോ, പറയുമ്പോൾ നീണ്ടു പോകുന്നു, ഇതിൽ ക്ഷമിക്കുക. ഇത് ഞാൻ ഇങ്ങനെ നീട്ടാനുള്ള കാരണം ഈ ഡിഗ്രി പഠനം കഴിഞ്ഞ് ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, വഴുതക്കാട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പറ്റം ആൾക്കാർ, അത് വിദേശീയരും മലയാളികളും ഒക്കെ ചേർന്ന് ഒരു പറ്റം ആൾക്കാർ അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പറയുകയുണ്ടായി, ഒരു പുതിയ സിസ്റ്റം ഇവിടെ ഈ ഭൂമുഖത്തുണ്ടാകാൻ പോവുകയാണ്. ഈ ലോകം ഒരു രാജ്യമാണ്. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. സ്ത്രീയും പുരുഷരും തുല്യരാണ്, ഇക്വാളിറ്റി. ഈ ലോകം ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആകും. ഒരു സാർവത്രിക ഭാഷ, ഏകദൈവമേ ഉള്ളൂ. അബ്രഹാം മുതൽ ആദം, എബ്രഹാം എല്ലാം തുടങ്ങി ഈ കൃഷ്ണ ഭഗവാനും യേശുവും മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദും ബഹാഉള്ള ബാബ് അങ്ങനെ തുടങ്ങി എല്ലാ അവതാരങ്ങളും പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ഒരു പുതിയ മതം പ്രചരിപ്പിക്കാൻ ഈ ലോക ആഗോള തലത്തിൽ നിന്ന് വന്ന ബഹായികൾ എന്ന ഒരു കൂട്ടം വിശ്വാസികളാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പുത്തൻ ആശയം പ്രചരിപ്പിക്കുന്നത്. പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ ആ ആശയത്തോട് ഒരു മതസൗഹാർദ്ദ ചിന്തകനും അല്പം ഫ്രണ്ട്ലി ആയത് എനിക്കത് വളരെ ആകർഷണം തോന്നി. ഞാൻ അതിലേക്ക് എന്താണെന്ന് പഠിക്കുവാനായിട്ട് അവരോടൊപ്പം കൂടിയത് 1-2 ദിവസമല്ല, ഏതാണ്ട് 4 വർഷത്തോളം അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ആളാണ് ഞാൻ. കൺസെപ്റ്റ് കൊള്ളാം. എബ്രഹാം, മോശ, സൊറാസ്റ്റർ, ബുദ്ധ, പിന്നെ നമ്മുടെ കൃഷ്ണ ഭഗവാൻ, പിന്നെ രാമൻ, പിന്നെ യേശു, മുഹമ്മദ്, പിന്നെ 2 ഉണ്ട്, ബാബ് ബഹാവൻ. ഇവരും ഈ പ്രവാചക ഗണത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇവരെല്ലാം, അത് ചുരുക്കി പറഞ്ഞാൽ ഒരേ ദൈവത്തിൽ നിന്നുള്ള അവതാരങ്ങളാണ്, പ്രവാചകന്മാരാണ് ഇവരെല്ലാം എന്നും പ്രവാചകന്മാരുടെ അവസാനം ഇല്ല, അതായത് അവതാരങ്ങൾ അവസാനിക്കുന്നില്ല എന്നും ഒരു സൈക്കിൾ, അതായത് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചാക്രിക ഇതുപോലെ ഈ സംഗതി ഇങ്ങനെ ഒരു വട്ടം ഒരു സർക്കിൾ കഴിയുമ്പോൾ ഒരു പ്രവാചകൻ തീരുന്നു, ഒരു കാലഘട്ടം കഴിയുന്നു, പിന്നെ മറ്റൊരു കാലഘട്ടം വരുന്നു, പുതിയ പ്രവാചകനും പുതിയ നിയമങ്ങളും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് പോകുന്നു എന്നൊരു ആശയമായിരുന്നു അത് ഉള്ളത്. ഇത് പെട്ടെന്ന് ആരെയും ആകർഷിക്കും. അത്യാവശ്യം സോഷ്യലിസമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആകർഷിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ആ മതത്തെക്കുറിച്ച്, ബഹായി എന്ന മതത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇസ്ലാമിക ചുറ്റുപാടിൽ സ്വാഭാവികം എന്താ ചെയ്യുക, നമ്മൾ മുഹമ്മദാണ് അവസാനത്തെ പ്രവാചകൻ, പ്രവാചകൻ മുഹമ്മദാണ്, അതിനപ്പുറം ഒരു വാക്കില്ല. പക്ഷേ ബഹായികൾ പഠിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദിന് ശേഷം പ്രവാചകൻ ഉണ്ട് എന്നാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സഭകൾക്കൊക്കെ പ്രവാചകൻ മുഹമ്മദിന് ശേഷം മറ്റൊരു പ്രവാചകനില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷെ ആ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രബലമായ 2 സഭകൾ അല്ലെങ്കിൽ 2 പ്രസ്ഥാനങ്ങൾ, ഈ ബഹായി ധർമ്മം, അത് മതം എന്നല്ല പറയുക, ബഹായി ധർമ്മം എന്നാണ് പറയുന്നത്. ബഹായി ധർമ്മവും ഈ ഖാദിയാനിസവും ആവിർഭവിക്കുന്നത്. ഇതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടുകളിലാണ് ഈ പുതിയ
മതങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ആവിർഭാവം ഉണ്ടാകുന്ന സമയം ഈ 17-18 കാലഘട്ടങ്ങളിലാണ്. ഈ സമയത്താണ് ഈ ഖാദിയാനിസവും ബഹായിസവും ഒക്കെ പ്രബലമാകുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രവാചകൻ മുഹമ്മദ് അവസാനത്തെ പ്രവാചകൻ അല്ല എന്ന് തെളിയിച്ച 2 കൂട്ടരാണ് ബഹായികളും അഹമ്മദികളും. അപ്പോൾ അതിനവർ ഖുർആൻ കോട്ടിങ്സ് എടുത്ത് പറയുന്നത് ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ മുദ്ര ഉള്ളവനാണ്. ഖാത്തമിൻ്റെ അർത്ഥം ആക്ച്വലി അവസാനത്തേതാണ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഉച്ചാരണത്തിൽ, ഈ അറബിക്കിൽ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. ഖാത്തം എന്ന് പറയുമ്പോൾ രണ്ടിനും അർത്ഥ വ്യത്യാസം വരുന്നു എന്നാണ് ഇവർ തെളിയിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് അവസാനത്തെ പ്രവാചകൻ അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ 2 കൂട്ടരും, ബഹായികളും അഹമ്മദികളും. ഈ പറഞ്ഞ കൂട്ടത്തിൽ അഹമ്മദികളെ കുറിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്ത് പോകുന്നതിന് കുറച്ചുകൂടെ ബുദ്ധി. അതായത് മുഹമ്മദിന് ശേഷം അതായത് ഈ യേശുവിൻ്റെ, ഈസാ നബിയുടെ 2ാം വരവ് എല്ലാ മതങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഉദാഹരണത്തിന് പ്രജാപതിയാഗം, ഋഗ്വേദം, സമവേദം, അഥർവേദം, യജുർവേദം. പ്രജാപതിയാഗത്തിൽ ഏകസ്തംഭത്തിൽ 3 ആണിപ്പഴുതുകളാൽ നിഷ്കളങ്ക രക്തം ചിന്തി യാഗമൃഗം ബലി അർപ്പിക്കപ്പെടണം എന്ന് വേദങ്ങളിൽ പറയുന്നു. അത് ക്രിസ്തുയേശുവിനെ കുറിച്ചാണ്. അതുപോലെ ഈസാ നബി, യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് വളരെ അസന്നിഗ്ധമായി പ്രവാചകൻ മുഹമ്മദ് എടുത്തു കാട്ടുന്നുണ്ട്. അതുതന്നെയാണ് ഈ അഹമ്മദികളും ബഹായികളും പറയുന്നത്. മഹദി മസിഹ് അവതരിക്കണമെന്നാണ്. അന്ത്യനാളുകളിൽ മഹദി മസിഹ് അവതരിക്കണമെന്നാണ്. അഹമ്മദികളെ സംബന്ധിച്ച് മഹദി മസിഹും ഒരാളാണ്, മഹദി മസീഹ് എന്നാണ്. അത് പാകിസ്ഥാനിലെ ഖാദിയാനിൽ ജനിച്ച അഹമ്മദാണ് മഹദി മസീഹായി അവതരിച്ചത്. അതായത് യേശുവിൻ്റെ 2ാം വരവ് എന്ന്, ഈസാ നബിയുടെ 2ാം വരവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഹമ്മദിയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഇസ്ലാമിക പഠനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് അഹമ്മദികൾ. നിസ്കാരവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആ ഒരു ആരാധനാക്രമം സമാനമാണെങ്കിലും ഈ ഒരു ആശയം, അത് പ്രബലമായ ഒരു ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് അഹമ്മദികൾ. അപ്പോൾ നമുക്ക് ബഹായികളിലേക്ക് കടക്കാം. ബഹായികൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നേ യോഹന്നാൻ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ എന്ന് അതേ ഒരു സമാനത കൊണ്ട് ബഹാവുള്ളയ്ക്ക് പിന്നിലായി, അതായത് ബഹാവുള്ള വരുന്നതിന് മുന്നായി ബാബു എന്നൊരു പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. എനിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹം എന്നേക്കാൾ വലിയവനാണ്. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ്, അത് സെയിം, അതായത് യോഹന്നാനും യേശുവും എങ്ങനെയാണോ അവതരിച്ചത് അതുപോലെ മഹദിയും മസിഹും 2 ആളാണെന്നും, അത് ബാബു മഹദിയും പിന്നെ ബഹാവുള്ള മസിഹും എന്നാണ് ബഹായി പഠനം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്. യേശുക്രിസ്തു എന്ന പേര് പറയുന്നില്ലെങ്കിലും, ക്രിസ്തു യേശു എന്ന പേര് പറയുന്നില്ലെങ്കിലും, അന്ത്യനാളിൽ മഹദി മസിഹ് രക്ഷകൻ വരണമെന്നാണ്. ഇന്നും ഇപ്പോഴും യഹൂദന്മാർ മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവരുടെ ക്ഷേത്രം, അതായത് സിനഗോഗ് പണിയാനുള്ള എല്ലാ നഷ്ടപ്പെട്ടു പോയ അവരുടെ ദൈവാലയം പണിയാനുള്ള അവസാനത്തെ ശ്രമത്തിലാണ് ജൂതന്മാർ. ഇപ്പോൾ അറിയാമല്ലോ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പഴി കൊണ്ടിരുന്നു. ഇത് 3ാം യുദ്ധത്തിൽ കലാശിക്കുമെന്നുള്ള വളരെ ആശങ്കകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ആ ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷവും ആ ഒരു ആശയക്കുഴപ്പവും ഒക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ഞാനിത് സംസാരിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്നതും. എന്തായാലും ബിബ്ലിക്കൽ പ്രവചനങ്ങൾ, ബൈബിൾ വചനങ്ങൾ, ദൈവവചനങ്ങൾ അക്ഷരം പ്രതി അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളോട് ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഞാൻ ഇന്ന് എൻ്റെ ഒരു സാക്ഷ്യം പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച്
അന്ത്യത്തോടടുക്കുമ്പോൾ വൃതന്മാരും പോകും എന്നത് ബൈബിൾ വചനമാണ്. ക്രിസ്തു യേശുവിനെ ഉപേക്ഷിച്ച് മറ്റു വിശ്വാസങ്ങളിലേക്ക് പോകുന്നവർ അനേകരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഏകദൈവ കൺസെപ്റ്റ് ഒരു പുതിയ ചിന്തകൾക്കൊരു അക്സെപ്റ്റൻസി ഉള്ളതുകൊണ്ട് നമ്മുടെ വേദം ബൈബിൾ പഠിക്കാണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ പലരും ഇത് ക്രിസ്തു യേശുവിനെ ഉപേക്ഷിച്ച് ഇസ്ലാമിസത്തിലേക്കും മറ്റു ഏകദൈവ കൺസെപ്റ്റിലേക്ക് ചെന്ന് ചാടാറുണ്ട്. എനിക്ക് ആ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഏകദൈവ കൺസെപ്റ്റിൽ നിന്ന് കണ്ടും കേട്ടും അത്യാവശ്യം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയൊരു ഗവേഷണമൊക്കെ നടത്തി ചാടിപ്പോയതാണ് ഞാൻ. കർത്താവിനെ സ്വീകരിച്ച ആളാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു യേശു എന്നൊക്കെ പറയുന്നത് ഈ ബൈബിളിൽ എന്താ പറയുക, നമ്മുടെ ഈ ജൂതന്മാർ വിശ്വസിക്കുന്നത് യേശു ഒരു കള്ളനായിരുന്നു എന്നാണ്. പുള്ളി കള്ളം പറഞ്ഞു എന്നാണ് ജൂതന്മാർ ഇന്നും വിശ്വസിക്കുന്നത്. ഇവരിന്നും അവരുടെ മഷിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ പോയിന്റ് വിട്ടു പോകണ്ട. ഇപ്പോൾ അവരുടെ ദൈവാലയം പണിയാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ബഹായികളും അഹമ്മദികളും തെളിയിക്കുകയുണ്ടായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് അല്ല എന്ന്. ഇസ്ലാമിക ചുറ്റുപാടുള്ള മുസ്ലിം സഹോദരങ്ങൾ തന്നെ അത് തെളിയിച്ചു, അന്ത്യപ്രവാചകൻ മുഹമ്മദ് അല്ല എന്ന്. ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അന്ന് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും ഇറാനിൽ നിന്ന് പലായനം ചെയ്യിച്ചു. അങ്ങനെ ഈ ജൂതന്മാരെങ്ങനെയാണോ ചിന്നിച്ചിതറിയത് അതിൻ്റെ ഏതാണ്ട് ഒരു അംശം പോലെ അവിടെ നിന്ന് ബഹായി മതം സ്വീകരിച്ച എല്ലാവരും ഇന്ത്യയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ നമ്മളെ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ബഹായികളുടേതാണ്. തിരുവനന്തപുരത്ത് ബഹായി ഇടപ്പഴിഞ്ഞിൽ ബഹായി സെൻ്ററുണ്ട്. കൊച്ചിയിലെ നമ്മുടെ പള്ളിമുക്കിലെ ബഹായി സെൻ്ററുണ്ട്. അവരും ഇവിടെ ഇന്ത്യയിൽ വന്ന് ഒരുപാട് ഈ ബഹായി ധർമ്മത്തിൻ്റെ പ്രചാരകരായിട്ടുണ്ട്. ഇപ്പോഴും പ്രചാരകർ നടക്കുന്നു. ഇതിൻ്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇസ്രയേലിലെ ഹൈഫയിലാണ് ഈ ബഹായികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഹൈഫയാണ്. കാരണം ഇസ്രയേലാണ് എല്ലാം പോയിന്റ് ചെയ്യുന്നത്. പ്രധാന മതങ്ങളെല്ലാം പോയിന്റ് ചെയ്ത്, അതായത് എല്ലാവരും ഈ പറഞ്ഞ അബ്രഹാമിൻ്റെ പരമ്പരകളാണ് ഈ പറയുന്ന ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ബഹായികളൊക്കെ. അപ്പോൾ ഈ ബഹായി മതത്തിൻ്റെ ഉത്ഭവം ഇറാനിൽ നിന്നാണ്. മിർസ ഹുസൈൻ അലി എന്ന ആളാണ് ബഹാഉല്ല എന്ന പേര് സ്വീകരിച്ച് ബഹായി ധർമ്മം സ്ഥാപിച്ചത്. അതിന് മുന്നോടിയായി ബാബി ധർമ്മം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനാണ് ബഹായി ധർമ്മം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് അല്ല എന്ന് അസന്നിഗ്ധമായി തെളിയിച്ച രണ്ട് സഭകളാണ് അഹമ്മദികളും ബഹായികളും. അങ്ങനെ 2000 ആണ്ടാകുമ്പോൾ ഈ ലോകത്ത് ശാശ്വത സമാധാനം വരുമെന്ന് പ്രവചിച്ചവരാണ് ബഹായികൾ. ഈ പ്രവചനം വിശ്വസിച്ചുകൊണ്ടും അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി പാറശാല മുതൽ കാസർഗോഡ് വരെ ബഹായി ധർമ്മം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ 2000 കഴിഞ്ഞു. 1997 ഈ ബഹായി മതം വരും. അങ്ങനെ ഒരു 4 വർഷത്തോളം ഞാൻ ഈ ബഹായി മതവുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. ഇങ്ങനെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഈ ബഹായി ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളായിരുന്നു ഞാൻ. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, 2000 കഴിഞ്ഞിട്ട് ഇവിടെ സമാധാനം വന്നില്ല. 2001 2003 അപ്പോൾ പ്രവചനം ഫലിക്കാതെ വന്നു. ബഹായി ധർമ്മം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ആ ഇടക്കാലത്താണ് നമ്മുടെ മാരിയോ ജോസഫ് സുലൈമാൻ, പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഫേമസ് ആണല്ലോ, ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഖുർആൻ പഠിച്ച ഒരാൾ ഖുർആൻ പഠിച്ചിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം ഖുർആൻ സ്കോളറാണ്. ഞാനൊക്കെ വെറുതെ അവിടെ ഇവിടെ വായിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ഖുർആൻ സ്കോളറായ അദ്ദേഹം ഇത്ര ക്ലിയർ കട്ടായിട്ട് പറയുന്നു ക്രിസ്തുയേശു ശരിയാണ് എന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളുണ്ട്.
അള്ളാഹ് വേറെ, യഹോവ വേറെ, രണ്ടും രണ്ടാണ്. എന്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ പഠിക്കാനുള്ളൊരു ത്വരയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പല മതങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി, പല വിശ്വാസങ്ങളിലൂടെ കയറി ഇറങ്ങി വന്ന എനിക്ക് ദൈവത്തെ തേടിയുള്ള യാത്രയാണല്ലോ. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കേണ്ടി വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ബൈബിളും ഖുർആനും തമ്മിലൊരു താരതമ്യ പഠനം നടത്തേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഋഗ്വേദം, വേദങ്ങളിൽ ക്രിസ്തു യേശുവിനെ ക്രൂശിതനായ ആ ഒരു പ്രജാപതി യാഗത്തെക്കുറിച്ച് പരാമർശിച്ചു. പിന്നെ ഒരുപാട് സ്കോളേഴ്സ്, നമ്മുടെ ഇസ്ലാമിൻ്റെ തട്ടകമെന്ന് പറയുന്ന സൗദി അറേബ്യയിൽ അൽഫാദി എന്ന് പറഞ്ഞൊരു ഒരു ഇസ്ലാമിക അറബിക് പുള്ളി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിക്കുകയും, ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കർത്താവായ ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും ഇന്ന് അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അൽഫാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഒരുപാട് അറബിക് വിദ്യാഭ്യാസം വിവരമുള്ള അറബിക് സ്കോളേഴ്സ് ആ മതം ഉപേക്ഷിച്ച് ഏകസത്യദൈവമായ യഹോവയും യഹോവ അയച്ച യേശുക്രിസ്തുവിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വീണ്ടും സാക്ഷ്യത്തിലേക്ക് കാണാം. ഇച്ചിരി വിശദീകരിച്ചിങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു. തളിച്ച് കുളിച്ച് ക്രിസ്ത്യാനിയാണ്. ആദ്യം തളിച്ചു, പിന്നെ മുങ്ങി സ്നാനപ്പെടുകയും, എന്നാൽ സ്വതന്ത്രമായി ഇതിപ്പോൾ ക്രിസ്തു സഭകൾ ഒരുപാടുണ്ട്. കാത്തലിക്സ് ഉണ്ട്, മാർത്തോമ, CSI, പെന്തിക്കോസ്, അങ്ങനെ ഒരുപാട് സഭകളുണ്ട്. ഏതെങ്കിലും ഒരു സഭയെ പൊക്കി പറയാനോ താഴ്ത്തിക്കെട്ടാനോ ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ച് പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവരും എന്നിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ തിരഞ്ഞെടുത്ത പിതാവായ യഹോവയായ ദൈവത്തോട് അതിന് പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായ ചുറ്റുപാട്, ഒരിക്കലും അക്സെപ്റ്റൻസി, അതായത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഖുർആനും ബൈബിളും തമ്മിൽ പലരും വിശ്വസിക്കുന്നത് ഇത് കണ്ടിന്യൂഷൻ ആണെന്ന്. അതാണ് ആദ്യത്തെ തെറ്റിദ്ധാരണ. അത് മാറ്റണം. ഖുർആനിലുള്ള കാര്യങ്ങൾ അതുപോലെയാണോ ബൈബിളിലുള്ളത്, അല്ലെങ്കിൽ ബൈബിളിലുള്ളത് പോലെയാണോ ഖുർആനിലുള്ളത്? വളരെ വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം, ഖുർആനിലെ ഈസയും ബൈബിളിലെ യേശുവും രണ്ടാണ്. പറയുമ്പോൾ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. ജനറ്റിക്കലി അബ്രഹാമിൻ്റെ മക്കളുടെ മക്കളിൽ പെട്ടതാണ് മോശയും ഈസയും, അത് യേശുവും മുഹമ്മദും. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ചതും ക്രിസ്തു യേശു പഠിപ്പിച്ചത് രണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ബൈബിളിൽ പറയുന്നത് ഏകഭാര്യസ്ഥനായിരിക്കണം സഭയുടെ നേതാവാണ്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഇസ്ലാം മതത്തിൽ. പ്രവാചകൻ മുഹമ്മദ് 9 കൂടുതൽ ഭാര്യമാരുള്ള വ്യക്തിയായിരുന്നു. യേശുക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല. മോശയും ഒരു ഭാര്യയായിട്ടുള്ളതാണ് ചരിത്രത്തിൽ. എന്നാൽ അബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അവിടെയും ഒരു ട്വിസ്റ്റുണ്ട്. ഇത് പറഞ്ഞു പോകുമ്പോൾ കാര്യം ഇച്ചിരി നീണ്ടു പോകും. കാരണം ഈ സാക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ ട്വിസ്റ്റ് മാറി പോകും. കാരണം ഇപ്പോൾ അബ്രഹാമിന് 3 മക്കളുണ്ട്. ഒന്ന് ഹാഗാർ, സാറ, പിന്നെ ഹാഗാർ, പിന്നെ ഈ പറഞ്ഞതുപോലെ കത്തൂറയിലുള്ള മക്കളാണ് റഷ്യക്കാർ. പിന്നെ ഇസ്മായിലിയരാണ് ഈ അറബികൾ. പിന്നെ ജൂതന്മാർ വന്നിട്ട് മോശയെ പിൻപറ്റുന്നവർ ഇസ്ഹാക്കിൻ്റെ ആൾക്കാരും. ഈ ഇസ്രായേൽ എന്ന ഗോത്രം, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായത്, ഇതൊക്കെ ഈ ക്രിസ്ത്യാനികൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ശ്രമിക്കുന്ന മറ്റു സഹോദരങ്ങൾക്ക് ഇസ്രായേൽ എങ്ങനെ ആയി, എങ്ങനെ ഈ രാജ്യമുണ്ടായത്, എബ്രഹാമിൻ്റെ മകനായ യാക്കോബിന്റെ മകനായ വംശത്തെയാണ്. ആ ഒരു കുടുംബമാണ് പിൽക്കാലത്ത് ഇസ്രയേലായി മാറിയത്. അത് ഞാൻ പിന്നെ വിശദീകരിക്കാം. നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ
ഈ അന്തരമുണ്ട്. ഖുർആനും ബൈബിളും തമ്മിൽ അജഗജാന്തരമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമാനതയുമില്ല. ഈ ബൈബിളിലെ ലാബാന് 2 പെൺമക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവളെ കാണിച്ചിട്ട് മൂത്തവളെ കെട്ടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ കഥ ഇപ്പുറത്ത് വന്നപ്പോൾ അത് മൂസാ നബിയുടെ തലയിലായ ഒരു വ്യക്തി. അങ്ങനെ ഖുർആനും ബൈബിളും തമ്മിൽ ഒരുപാട് ഒരു ആശയക്കുഴപ്പമുള്ളത് ഉണ്ട്. പിന്നെ ഈ ബൈബിളിന് തുടക്കവും ഒടുക്കവും ഉണ്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. പക്ഷേ ഖുർആനെ സംബന്ധിച്ച് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്ന ഒരു അവിയൽ പരുവമാണ്. പിന്നെ ഒരിക്കൽ പറഞ്ഞത് തിരുത്തി പറയുന്ന സംവിധാനവും ഖുർആനിലുണ്ട്. പിന്നെ ഇന്നലെ ശരിയായത്, അതായത് പിന്നെ ലാത്ത ഉസ്സ മനാത്ത നീ സ്ത്രീ ദേവതകളെ ആരാധിക്കാമെന്ന് മുഹമ്മദ് പറയുകയും പിന്നെ അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് മാറിപ്പറഞ്ഞ കഥ ഖുർആനിലുണ്ട്, പക്ഷേ ബൈബിളിൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈബിളിൻ്റെ തുടക്കമല്ല അല്ലെങ്കിൽ തുടർച്ചയല്ല ഖുർആൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. ഒരു വലിയ സ്റ്റഡിയാണ്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്തായാലും എൻ്റെ അനുഭവത്തിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, എൻ്റെ സാക്ഷ്യത്തിലേക്കും എൻ്റെ അനുഭവത്തിലേക്കുമാണ്. അപ്പോൾ ബൈബിളും ഖുർആനും തമ്മിൽ താരതമ്യ പഠനം നടത്തി. പിന്നെ ഖുർആനിൽ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് മാറ്റിയിട്ട് പിതാവും മേരി, അതായത് പിതാവായ ദൈവം, പുത്രനായ യേശു, പിന്നെ മേരി മാതാവിന്, അങ്ങനത്തെ 3 ദൈവങ്ങളെയാണ് ഖുർആനിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന 3 ഏകത്വം ബൈബിളിൽ അത് വേറെയാണ്, ഖുർആനിലത് മേരി മാതാവിൻ്റെ തലയ്ക്ക് വെക്കിലുണ്ട്. പരിശുദ്ധാത്മാവിന് പകരം മേരി മാതാവിനെയാണ് അതിൽ അവരത് കണക്ട് ചെയ്തത്. പിന്നെ യേശുവിനെ ഖുർആനിൽ പരാമർശിക്കുന്നത് മറിയമിൻ്റെ മകനാണ്. അതായത് ഖുർആനിൽ സ്ത്രീയുടെ നാമത്തിൽ ഒരു സൂറത്തേ ഉള്ളൂ, അത് മറിയം എന്ന സൂറത്താണ്. അതിൽ തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് 2 വയസ്സുള്ളപ്പോൾ ഈസാ നബി സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനൊരു പരാമർശം ബൈബിളിലില്ല. പിന്നെ ഒരു വിശ്വാസിയുടെ പാപ പരിഹാരം എന്നൊരു പാപ പരിഹാര ബലി എന്നാണ്, രക്തം ചിന്തി പാപ പരിഹാര ബലിയാകണം. ഇവിടെ ഖുർആനിലെ ക്രിസ്തു യേശു അല്ലെങ്കിൽ ഈസാ നബി ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രൂശിക്കപ്പെടേണ്ട സമയത്ത് അദ്ദേഹത്തെ അള്ളാഹു വാനിലേക്ക് ഉയർത്തുകയും അദ്ദേഹത്തെ പോലുള്ള മറ്റൊരാളെ ക്രൂശിച്ചു എന്നുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിനെ ക്രൂശിച്ചു എന്നാണ്. അത് യൂദാസ് ചുംബിക്കുകയും 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്ത് കൃത്യമായിട്ട് യേശുവിനെ അടയാളപ്പെടുത്തി ക്രൂശിച്ചു എന്നതാണ് സത്യവും യാഥാർത്ഥ്യവും. ഇന്നും ഇസ്രയേൽ ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ കണ്ടല്ലോ ഖുർആനും ബൈബിളും തമ്മിലെ വ്യത്യാസം. ഈ 2 മതങ്ങളിലെ തമ്മിൽ ആ ഒരു വ്യത്യാസം വളരെ പ്രകടമാണ്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ബൈബിളിൻ്റെ കണ്ടിന്യൂഷനാണ് ഖുർആൻ എന്നാണ്. ഇതിൻ്റെ 1-2 ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് 10 കൽപ്പനയുണ്ട്. പക്ഷേ മുഹമ്മദ് എന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്നതാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇവിടെ ഒരു നിയമം, ഇപ്പുറത്തൊരു നിയമം. അപ്പോൾ മുസ്ലിങ്ങളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാണെന്നറിയാമോ? ഈ ഖുർആൻ വന്നതോടുകൂടി മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം അഴിഞ്ഞുപോയി, ആ രീതിയാണ് പറയുന്നത്. അതായത് ഈ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് അപ്രസക്തമായി, ഖുർആൻ വന്നതോടുകൂടി അപ്രസക്തമായി എന്നും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ആണ് ഖുർആൻ അവതരിച്ചത്. അതായത് സ്വർഗത്തിൽ നിന്ന് ഖുർആൻ അവതരിപ്പിച്ചു എന്നാണ് ഇസ്ലാമിക വിശ്വാസം. പക്ഷേ 1000 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാർ വിവിധ കാലഘട്ടങ്ങളിൽ കോർത്തിണക്കിയ ദൈവവചന ഗ്രന്ഥമാണ് ബിബ്ലിയോസ്, അതായത് പുസ്തകങ്ങളുടെ പുസ്തകമായ ബൈബിൾ. ആ പുസ്തകത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഖുർആൻ. ഖുർആന് പിന്നെ ജിബ്രീൽ വഴി കൊടുത്തതാണ് മുഹമ്മദിന് ഖുർആൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ 1000 വർഷത്തോളം എടുത്ത് 40 പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 40ഓളം എഴുത്തുകാർ 66ഓളം പ്ലസ് 7 പുസ്തകം, കത്തോലിക്കെ സംബന്ധിച്ച് ബിയോസി ബൈബിളിൽ 7 പുസ്തകം അഡീഷൻ ഉണ്ട്. അപ്പോൾ 66 + 7 പുസ്തകങ്ങളോളമുള്ള ബൈബിളിൽ
പറയുന്നതിൻ്റെ ആ ആശയങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമാണ് ഖുറാനിലെ ആശയങ്ങൾ എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. സൗദി അറേബ്യയിലെ അൽഫാദി എന്ന സഹോദരൻ ഓർമ്മിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഉണ്ട്, അൽഫാദി എന്ന് പറഞ്ഞൊരു ചാനൽ തന്നെയുണ്ട്. അത് നല്ല വ്യക്തമായിട്ട് ആരാണ് അള്ളാഹ് എന്നും വ്യക്തമായിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നു. അള്ളാഹ് എന്നതൊരു പഗാൻ ഡൈറ്റിയാണെന്നും അത് വിത്ത് ഖുറാനിക് കോട്ടിങ്സ് ഒക്കെ വെച്ച് അദ്ദേഹം അത് വ്യക്തമായി അത് നല്ലവണ്ണം അത് ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ, അത് ഇംഗ്ലീഷിലാണ് എങ്കിലും നല്ലവണ്ണം അദ്ദേഹം അത് തെളിയിക്കുന്നുണ്ട്. ഈ അള്ളാഹ് എന്നത് പറയുന്ന ഒരു പഗാൻ ഡൈറ്റിയാണ്. അപ്പോൾ യഹോവയായ ദൈവം, ഈ പറയുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട്. യഹോവ, യാഹുവ, യാഹുവേ, അള്ളാഹ്, ഇത് തമ്മിലൊരു സമാനതയില്ല. യാഹുവയിലേക്ക് വരാം. യാഹുവേ എന്ന് പറയുമ്പോൾ യോദ് ഹേ വൗ ഹേ, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു, അങ്ങനെയാണ് യഹോവ, യാഹുവേ ചുരുക്കപ്പേര്. യഹോവ, യോദ് ഹേ വൗ ഹേ, യാഹുവേ, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് ചുരുക്കി യാഹുവേ, യഹോവ. അല്ലാത്ത എന്ന് പറയുമ്പോൾ ലാത്ത, ഉസ, മനാത്ത 3 പെമ്മക്കളാണ് അല്ലാത്തയുടെ എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 വ്യത്യാസം മനസ്സിലായല്ലോ. യഹോവ വേറെ, അള്ളാഹ് വേറെ. അള്ളാഹ് വേറെ, യഹോവ വേറെ. യേശു വേറെ, ഈസ വേറെ. ബൈബിൾ വേറെ, ഖുറാൻ വേറെ. അങ്ങനെ ഒരുപാട് അന്തരമുള്ളതാണ് ഈ ബൈബിളും ഖുർആനും തമ്മിൽ. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, തിരിച്ച് ഞാൻ അറിഞ്ഞതല്ല, ദൈവം എന്നെ പഠിപ്പിച്ചത് കൊണ്ടും ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറയേണ്ടതിനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ തിരികെ കൊണ്ടു ചേർക്കുന്നതിൻ്റെയും ഒരു ചെറിയ ഉപാധി മാത്രമാണ് എന്നെപ്പോലെയുള്ള ചെറിയ 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 ദൈവ കുഞ്ഞുങ്ങൾ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ മതസൗഹാർദ്ദം വളരെ നല്ലതാണ്, പക്ഷേ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കരുത്. നമ്മളിപ്പോൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതാകാം, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാകാം, ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതാകാം, ജൂതനായിരിക്കാം, എന്തുമാകട്ടെ, നമ്മൾ വന്നത് ഒരേ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. ജനിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മാറി സത്യദൈവത്തിലേക്ക് തിരികെ കൊണ്ടെത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അതിന് ദൈവം മനുഷ്യർക്ക് ഓരോ സാഹചര്യം ഒരുക്കി തരും. ആ സാഹചര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നെ പഴിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏതാണ്ട് അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു 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 മൂർധന്യ അവസ്ഥയിലാണ്. ഒരു 3-ാം ലോക മഹായുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും ഇങ്ങനെ തെളിഞ്ഞു മറിയുന്നു. പ്രവചനപ്രകാരം ഇസ്രയേൽ ഒറ്റപ്പെടുകയും ഇസ്രയേലിനെതിരെ മറ്റു രാജ്യങ്ങൾ കൂടിച്ചേരുകയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇസ്രയേലിലെ ചാവുകടലുള്ളത് വിലപിടിപ്പുള്ള ധാതുക്കളാണ്. അതിൽ കണ്ണു തട്ടുകൊണ്ട് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അങ്ങനെ ഇസ്രയേൽ ഒറ്റപ്പെടും. ആ സമയത്ത് അന്തിക്രിസ്തു എന്ന് പറയപ്പെടുന്ന ആൻറ്റിക്രിസ്റ്റ് ദജ്ജാല്, പുള്ളിയുടെ കൈപ്പിടിയിൽ ലോകമെത്തുമെന്നത് ശരിയാണ്. പക്ഷെ അതിനു മുന്നേ ദൈവമക്കൾ ഇവിടുന്ന് എടുക്കപ്പെടും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ക്രിസ്തീയ സഹോദരങ്ങൾ, സഭാ വ്യത്യാസമന്യേ കാത്തലിക് സഭയിലായാലും മാർത്തോമ സഭയിലായാലും പെന്തക്കോസ്ത് സഭയിലൊക്കെ ഉള്ളവരൊക്കെ, ഈ സ്കോളേഴ്സൊക്കെ ഒരുപാട് പേര് അന്ത്യദിനത്തെക്കുറിച്ചും യേശുവിൻ്റെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം പ്രസംഗിക്കുന്നു. യൂട്യൂബ് വഴിയും സുവിശേഷ യോഗങ്ങൾ വഴിയുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ മാർഗവും ഈ കാലഘട്ടത്തിലുണ്ട്. ഞാനിത് ഒരു ചെറിയ ഡിവൈസിൽ വെച്ച് പറയുന്നത് ലോകം മുഴുവൻ കേൾക്കുന്നു, യൂട്യൂബ്. അപ്പോൾ ഒരു തരത്തിലെന്നല്ല, ദൈവത്തിൻ്റെ വാക്ക് തെറ്റാറില്ല. ലോകമെമ്പാടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സുവിശേഷം അറിയിപ്പീനെന്നാണ്. ഈ ഒരു പരിധിവരെ ഇപ്പോൾ മൊബൈൽ ഇല്ലാത്ത ലോകം, അല്ലെങ്കിൽ ഇല്ലാത്ത ലോകം കുറവാണ്. എവിടെ ചെന്നാലും റേഞ്ച് ഉണ്ട് എന്നതൊരു സത്യമാണ്. ഗൂഗിൾ മാപ്പ് വഴി എവിടെയും ചെന്ന് എത്താൻ പറ്റും. അതായത് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയ കാലത്താണ്. അപ്പോൾ ദൈവവചനം, സുവിശേഷം മാക്സിമം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും അക്ഷരം പ്രതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്,
മാനസാന്തരപ്പെടുക. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച് യേശുക്രിസ്തുവിനെയും അറിയുന്നത്രേ നിത്യജീവൻ എന്നാണ് ദൈവവചനം. ജെറമ്യ 33:3 എന്താണ്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. അഗോചരവും രഹസ്യവുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന കാര്യം ഓർക്കുക. ജാതിയും മതവും സൃഷ്ടിച്ചത് മനുഷ്യരാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ 2 ജാതി. പക്ഷെ മനുഷ്യൻ മതം സൃഷ്ടിച്ചു. മതം വെറുപ്പുളവാക്കി, ഭിന്നതകളുണ്ടാക്കി. ഈ ഭിന്നതയ്ക്കൊരു കാരണമുണ്ട്. ആരാണ്? അവിടെയാണ് നമ്മുടെ ചെകുത്താൻ, സാത്താൻ, ലൂസിഫർ എന്ന വ്യക്തി. അത് തിരിച്ചറിയണം. തന്നോടൊപ്പം നരകത്തിൽ കൂട്ടാളികളെ ചേർക്കുന്നതാണ് വീണുപോയ മാലാഖയായ ലൂസിഫർ എന്ന ശൈത്താനെന്നോ ചെകുത്താനെന്നൊക്കെ വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുള്ളിയെ ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ ഒരുപറ്റം മാലാഖമാരും ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാളയത്തിലേക്ക്, ആലയത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ പലരെയും ആകർഷിക്കുന്നു, പലരും അതുവഴി വഴിതെറ്റി പോകുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വൃതന്മാർ വഴിതെറ്റുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പറഞ്ഞ് അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അടുത്ത വീഡിയോ പറയാം. എന്തായാലും ഈ സാക്ഷ്യം തുടരുന്നു. നമുക്കൊരു സ്റ്റഡി പോലെ പോകാം. ഒരു ഖുർആൻ ബിബ്ലിക്കൽ നമുക്കൊരു ഒരു സ്റ്റഡി ആക്കിയിട്ട് ഈ വീഡിയോ തുടരാം. എന്തായാലും ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. സത്യ ദൈവത്തിലേക്ക് തിരിച്ചു വരിക, യഹോവയായ പിതാവായ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. പിതാവായ ദൈവത്തിലേക്കുള്ള ഏക വഴിയാണ് സത്യവും ജീവനും രക്ഷയുമായ ഞാനാണ് വഴിയും സത്യവും എന്ന് പറഞ്ഞ ക്രിസ്തുയേശു. ആ ക്രിസ്തുയേശുവിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും തിരിച്ചു വരിക. സമയം അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നാളെ ലോകം അവസാനിക്കണമെന്നല്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ചാലേ, വൃദ്ധന്മാരുടെയും വൃദ്ധരുടെ എണ്ണം കൂടുന്നു. ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് ആക്സിഡൻറ്റിലും രോഗങ്ങളെ കൊണ്ട് തട്ടി പോകുന്നു. അതുകൊണ്ട് അന്ത്യമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെന്തും സംഭവിക്കാം. അടുത്ത നിമിഷം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവസാനം വരെ പിടിച്ചു നിൽക്കാൻ, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സാത്താൻ്റെ പിടിയിൽ നിന്ന് എല്ലാവരെയും ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. തുടർച്ചയായി എന്നവണ്ണം അടുത്ത് നമുക്ക് ഓരോരോ വിഷയങ്ങളിലേക്ക് വരാം. എന്തായാലും എൻ്റെ ഈ സാക്ഷ്യം എല്ലാവരെയും എത്തിക്കുക. ദൈവം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.